ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റേഷനിലിരിക്കുന്ന നന്ദയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. തലകുമ്പിട്ടിരിക്കുകയാണ് അവിടെ. അപ്പോഴാണ് ഒരു പോലീസുകാരി അവൾക്ക് വേണ്ടുന്ന ഫുഡ് കൊടുക്കുന്നത്. പോലീസുകാരി പറയുന്നുണ്ട്, ഫുഡ് എടുത്ത് കഴിക്കുക, എത്ര സമയം എന്ന് വെച്ചിട്ടാണ് വിശന്നിരിക്കുന്നത്. അപ്പോൾ നന്ദ പറയും, എനിക്ക് ഫുഡൊന്നും വേണ്ട, എൻ്റെ മോളെ കിട്ടാതെ ഞാൻ ഇവിടുന്ന് ഒരു വെള്ളം പോലും കുടിക്കുകയില്ല എന്ന്. എൻ്റെ ഫോണെങ്കിൽ എനിക്കൊന്ന് എൻ്റെ ഒരു 15 മിനിറ്റ് വരെയെങ്കിലും ഞാൻ വെയിറ്റ് ചെയ്യും, പിന്നെ എന്താണ് ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന്. എന്നിട്ട് അവിടെ തന്നെ ഇരിക്കുന്നവൾ ഗൗതം പണ്ട് ചെയ്ത കാര്യങ്ങളെല്ലാം ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അവിടേക്ക് ADGP വരുന്നത്, റിട്ടയർഡ് ADGP വരുന്നത്. ADGP വന്ന് ഇപ്പോൾ പോലീസുകാരോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന പ്രതിയെ നിങ്ങൾ കോടതിയിൽ ഹാജരാക്കിയോ എന്ന്. അത് ഗൗതം സാർ പറഞ്ഞതുകൊണ്ട് FIR ഇട്ടില്ല എന്നും പറയുന്നുണ്ട്. ADGP ഉടൻ തന്നെ ഗൗതത്തെ വിളിക്കുകയും അതിനുശേഷം നന്ദയെ സെല്ലിൽ പോയി കാണുകയുമാണ്. നന്ദയോട് കാര്യങ്ങളെല്ലാം ചോദിച്ചു. അപ്പോഴാണ് നന്ദ ആദ്യം മുതലുള്ള കാര്യങ്ങൾ മുഴുവൻ സാറിനോട് പറയുന്നത്. ഒടുവിൽ സാറ് പറയുന്നത്, ഇതിൽ രണ്ടുപേരും നീതി നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഗൗതത്തിന് കുട്ടിയിൽ അവകാശമില്ല എന്ന് പറയാൻ നിനക്ക് കഴിയുകയില്ല എന്നെല്ലാം പറഞ്ഞ് അവിടെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഗൗതത്തെയാണ്. ഗൗതം മോളെയും പിടിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. നന്ദുവും അവിടുത്തെ തന്നെ ഇരിക്കുന്നുണ്ട്. നന്ദും ഗൗതത്തിൻ്റെ പ്രവൃത്തികളെല്ലാം ഇങ്ങനെ നോക്കുകയായിരുന്നു. അപ്പോഴാണ് ഗൗതം പറയുന്നത്, മോനെ ഫുഡ് കിട്ടിയില്ലല്ലോ, അമ്മയോട് ഫുഡ് തരാൻ പറയായിരുന്നു. അപ്പോഴേക്കും പിക്ക് ബ്രെഡുമായി വന്നിരുന്നു. അങ്ങനെ അത് ഗൗരിക്ക് കൊടുക്കുകയാണ്. നന്ദുമോൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടെങ്കിലും നന്ദുമോനെ തീരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അവൾ ഗൗരിക്ക് ഫുഡ് കൊടുക്കുമ്പോൾ ഗൗരി നന്ദുവിനോട് പറയുന്നുണ്ട്, നീയും കൂടി വാ കഴിക്കാമെന്ന്. അപ്പോൾ ഗൗതം പറയും, അവൻ പിന്നെ കഴിച്ചോളും, മോക്കല്ലേ സുഖമില്ലാത്തതല്ല എന്ന്. ഇതെല്ലാം കേട്ട് പിങ്കി സങ്കടത്തോടെ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ മോനെ ഫുഡ് ഞാൻ തരാമെന്നും പറഞ്ഞ് പിങ്കി മോനെയും കൂട്ടി പോവുകയാണ്. പോകുമ്പോൾ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വീണ് നന്ദുമോൻ്റെ കയ്യിൽ നിന്ന് നനയുന്നപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാണ് കരയുന്നത് എന്നെല്ലാം. അങ്ങനെ അവർ പുറത്തേക്ക് പോയി. പിന്നീട് കാണിക്കുന്നത് ലക്ഷ്മി പിന്നീട് കാണിക്കുന്നത് മോഹിനിയും പിങ്കിയും അടുക്കളയിൽ നിൽക്കുന്നതായിട്ടാണ്. അവിടെ നിന്നും മോഹിനി പറയുന്നുണ്ട്, ഒറിജിനലെ കിട്ടിയാൽ പിന്നെ ആരും ഡ്യൂപ്ലിക്കേറ്റിനെ മൈൻഡ് ചെയ്യില്ല. അപ്പോൾ പിങ്കി പറയും, നന്ദുമോനെ അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടൊന്നും ആരും കാണാൻ ഞാൻ അനുവദിക്കില്ല. അവൻ എൻ്റെ മോനാണ്. അവനെ ഇരുന്ന് ഈ കുടുംബത്തിലൊരു സന്തോഷം കൊണ്ടുവന്നത് അവൻ്റെ വരവോടുകൂടിയാണ്. അതാരും മറക്കരുത് എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലോ പിങ്കിക്ക് സങ്കടമാവുന്നുണ്ട്. അങ്ങനെ പിങ്കി ചോദിക്കും, അവനെ തരം താഴ്ത്തി കാണാതിരിക്കാൻ എന്തെങ്കിലും ഒരു പോംവഴി പറഞ്ഞു തരാമോ എന്ന്. മോഹിനി പറയും, ഞാൻ വല്യേടത്തിയോട് പറഞ്ഞ് ശരിയാക്കാമെന്ന്. അങ്ങനെയാണ് അവർക്കുള്ള ചായയുമായി വല്യേടത്തിയുടെ റൂമിലേക്ക് പോകുമ്പോൾ അവിടെ അവരില്ല. അവിടെ ഒരു എഴുത്ത് എഴുതി വെച്ചിരുന്നു. അങ്ങനെ മോഹിനി ആ എഴുത്തുമായി താഴേക്ക് വരികയാണ്. ലക്ഷ്മിയും മഹേശ്വരനാണ് അവിടെ ഉണ്ടായിരുന്നത്. അവർ അത് വായിച്ചു നോക്കുമ്പോൾ അതിൽ പറയുന്നത്, ഞാൻ എൻ്റെ മോളെ അടുത്ത് പോവുകയാണെന്നും കുറച്ചു കാലം കഴിഞ്ഞാൽ തിരിച്ചു വരുമെന്നെല്ലാം ഉണ്ട്. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ്. പോലീസ് സ്റ്റേഷനിൽ ഗൗതത്തെ വെയിറ്റ് ചെയ്യുകയാണ് റിട്ടയർഡ് ADGP. നന്ദ പുറത്തിരിക്കുകയാണ്. അങ്ങനെ അവൾക്ക് ഫുഡ് കൊടുക്കാനെല്ലാം ADGP പറയുന്നുണ്ടെങ്കിൽ അവൾ ഒന്നും കഴിക്കാൻ തയ്യാറാകുന്നില്ല. വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഗൗതം വരികയാണ്. ഗൗതം വന്നതോടുകൂടി നന്ദ ചാടി എഴുന്നേറ്റ് ചോദിക്കുന്നു, എൻ്റെ മോൾക്ക് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അവൾ അച്ഛൻ്റെ അടുത്ത് സേഫായിരിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ അവർ തമ്മിലുള്ള തർക്കമാണ്. ഇതെല്ലാം ADGP നോക്കി നിൽക്കുന്നുണ്ട്. അയാൾ പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ തർക്കിച്ചിട്ടൊന്നും കാര്യമില്ല, നിങ്ങൾ ഒരു കോംപ്രമൈസിൽ എത്താൻ. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ പ്രചോദനം. ഈ അടിപൊളി എപ്പിസോഡ് കാണാൻ മറക്കല്ലേ. എന്നാൽ അടുത്തൊരു വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ.